സമീർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ KSRTCയിലെ ഒരു വിഭാഗം TDF ആണ് പണിമുടക്കുന്നത്. ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ നേരത്തെ ജയശങ്കർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ കോഴിക്കോട് മേഖലയിലെ എന്താണ് അവസ്ഥ? ഈ പണിമുടക്ക് അവിടെ യാത്രക്കാരെ വലയ്ക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. തിരുവനന്തപുരത്ത് ഉള്ളതുപോലെ തന്നെ കോഴിക്കോടും സാരമായ രീതിയിൽ ഇത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ വന്നത് മുതൽ വിവിധങ്ങളായിട്ടുള്ള സർവീസുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. കണ്ണൂരിലേക്കും അതുപോലെ തന്നെ തൃശ്ശൂർ, അതുപോലെ പാലക്കാട്, അങ്ങനെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി തുടങ്ങിയിട്ടുള്ള വിവിധ ഇടങ്ങളിലേക്ക് ഇവിടുന്ന് സർവീസുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് ബാലുശ്ശേരി, മങ്കയം ഭാഗത്തേക്കുള്ള ഒരു സർവീസ് കൂടി ഇവിടുന്ന് പോകുന്നു. അതായത് TDF ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഈ കോഴിക്കോട് മേഖലയെ, മലബാർ മേഖലയെ സാരമായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവരുടെ ഈ സമരം. അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സമരത്തെ അതിജീവിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കരുതലോടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഡാഷ് ലോൺ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പരമാവധി താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സർവീസുകളെല്ലാം തന്നെ സാധാരണ പോലെ തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാവാം ഇന്ന് ഒരു വിധത്തിലും ഒരു സർവീസ് പോലും ഇതുവരെ മുടങ്ങിയിട്ടില്ല എന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ നമ്മോട് അറിയിക്കുന്നത്. യാത്രക്കാർ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. വിവിധ ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് പുലർച്ചെ മുതൽ തന്നെ ഈ ഒരു കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. ആർക്കും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്ന് തന്നെയാണ് നമ്മോട് അവർ കാര്യങ്ങൾ ആരായുമ്പോഴും പറയുന്നത്. പണിമുടക്ക് ഉണ്ട് എന്നിരുന്നാലും അത് കാര്യമായി ഒന്നും ബാധിച്ചിട്ടില്ല. 12 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് TDF ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്, പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത്. എവിടേക്കാണ് പോകുന്നത്? എങ്ങോട്ടാണ് യാത്ര? ഞാൻ ഇനി ഇവിടെ വരെ വന്നാണ്, ഓഫീസ് പോകുകയാണ്. ഞാൻ മുന്നാർന്ന് വന്നതാണ്, കണ്ണൂർ ബസ്സിന് പോകും. ഇപ്പോൾ പണിമുടക്ക് ഒക്കെ ബാധിക്കുന്നുണ്ടോ? പണിമുടക്ക് ഇതുവരെ എനിക്ക് ബാധിച്ചിട്ടില്ല. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, പക്ഷേ ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ വിധത്തിലാണ് ഓരോ യാത്രക്കാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഫെബ്രുവരി 3 രാത്രി 12 മണിയോടുകൂടെ, അർദ്ധരാത്രി 12 മണിയോടുകൂടെ ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടെ ആയിരിക്കും അവസാനിക്കുക. എന്നിരുന്നാലും ഇത്തരത്തിൽ ഓരോ യാത്രക്കാരനും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ. ഒപ്പം തന്നെ ഇനിയുള്ള ഒരു മണിക്കൂറിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, സമീർ C. മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ മലബാർ മേഖലയിലും അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല. പണിമുടക്കുണ്ട് എന്ന് അറിയുന്നു, പക്ഷെ അതൊന്നും ബസ്സുകളുടെ സർവീസിനെ ബാധിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ളത്. അപ്പം തെക്ക് വടക്കം വന്നു. അപ്പോൾ അവിടെ ഒന്നും പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ മണിക്കൂറുകൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ, നേരത്തെ ജയശങ്കർ പറഞ്ഞ ഒരു പീക്ക് അവേഴ്സ് ഉണ്ടല്ലോ, KSRTCയുടെ സർവീസ് കൂടുതലുള്ള സമയം, ഒരു 8 മണിയോട് കൂടിയൊക്കെ എങ്ങനെയെങ്കിലും അത് ആ യാത്രക്കാരെ വലയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം.